കെ കലേരി സാഹിബേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചെന്നുള്ള തെളിവാണ് നിങ്ങൾക്ക്? അങ്ങനെ ഒരു തെളിവ് ഭൂമിയിലില്ലല്ലോ ഉസ്താദെ. ഉമർ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവിയ 11 നിസ്കരിക്കുക, എന്നിട്ട് ഉമർ റളിയല്ലാഹു അത് തെറ്റിച്ചിട്ട് 20 ആക്കുക. അങ്ങനത്തെ ഒരു സംഭവം ഈ ഭൂലോകത്ത് നടന്നിട്ടില്ല. അത് തെളിയിക്കാൻ നിങ്ങൾക്കല്ല, ഈ ഭൂമിയിലുള്ള ഒരൊറ്റ മുസ്ലിയാർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് അതുപോലെ അതുപോരാ, അത് തെളിവല്ല. നമ്മളെ വിഷയം എന്താണ്? ഉമർ റളിയല്ലാഹു എത്ര നിസ്കരിച്ചെന്ന വിഷയം അല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു എന്നല്ല വിഷയം. ആ റസൂലിനെ വിട്ടിട്ട് ഉമറിനെ കൊണ്ടുവന്ന എന്താണ്? റസൂലുള്ളാഹിക്ക് ശേഷമുള്ള ഖലീഫമാരിൽ ഒരാളല്ലേ ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു? അതെ, ഉമർ ആദ്യം വന്നല്ല, റസൂലിന്റെ മുമ്പ് വന്നല്ലോ ഉമർ, റസൂലിന്റെ ശേഷം വന്നല്ലേ. അപ്പോൾ റസൂൽ എത്രയാ നിസ്കരിച്ചു അത്രയാ ഉമർ നിസ്കരിക്കും. ഉമർ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന ആളാണ്. മൗലവിമാരെ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന ആളല്ല ഉമർ റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ ഉമർ 11 നിസ്കരിച്ചിട്ടുള്ളൂ. 20 നിസ്കരിച്ചെന്ന് ഈ ഭൂലോകത്തുനിന്ന് തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച ജമാഅത്തായി എന്നുള്ള അങ്ങനെ ഒരു തെളിവില്ല, ഭൂമിയിലില്ല. ചരിത്രം മാത്രം പോലെ നിങ്ങൾക്ക്? അങ്ങനെ ഒരു ചരിത്രം ഈ ഭൂമിയിലില്ലല്ലോ. ഞങ്ങൾക്ക് ആ ചരിത്രം മാത്രം പോരാ. ഞങ്ങളുടെ വിഷയം, ഇവിടെ വിഷയം എന്താണ് ചർച്ച ചെയ്യപ്പെട്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നിസ്കരിച്ച്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടോ? ഇതല്ലേ ചർച്ചാ വിഷയം. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ അങ്ങ് ഉമറിലേക്ക് ചാടി. എന്താ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല വിഷയം. ഉമർ എത്ര നിസ്കരിച്ചു എന്നുള്ള നമുക്ക് വേറെ വിഷയം എടുക്കാം. ഉമർ മൊയ്ലമാർ പോലെ റസൂലിനെ ധിക്കരിക്കുന്ന ആളല്ല ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു റസൂലിനെ അനുസരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഉമർ റസൂൽ നിസ്കരിച്ചത് 11 മാറ്റി 20 ആക്കുന്ന ആള് അതിന് മൊയ്ലിയാറല്ലല്ലോ ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു ഒരു മൊയ്ലിയാറാണെങ്കിലും ഒക്കെ അങ്ങനെ വിചാരിക്കേനു. ബാക്കി റസൂൽ ചെയ്യാത്തതൊന്നും സഹാബാക്കൾ റസൂൽ അവിടെ നിൽക്കട്ടെ എന്നല്ല, ആദ്യം റസൂൽ എന്താ ചെയ്തതെന്ന് പറ. റസൂൽ ചെയ്യാത്ത സഹാബിമാർ ചെയ്താൽ എന്താണ് ഉണ്ടാവുക? ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് സഹാബിമാർ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. ചെയ്യാത്തതൊന്നും സഹാബാക്കൾ ചെയ്യില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. അത് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നാ നോക്കുക. സഹാബാക്കളല്ല നോക്കുക. റസൂൽ ചെയ്യാത്തൊരു കാര്യം റസൂൽ ചെയ്തത് സഹാബാക്കൾ മാറ്റി ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് സ്വീകരിക്കണം. ഓനാ മുസ്ലിം. റസൂലിനെ തള്ളിയിട്ട് സഹാബാക്കൾ, റസൂലിൻ്റെ ചര്യ ഇവിടെ ഉണ്ടായിരിക്കെ, അതറിഞ്ഞുകൊണ്ടിരിക്കെ, അത് പഠിച്ചവർ അതങ്ങ് തള്ളിയിട്ട് റസൂലിനെ തള്ളി സഹാബിന്റെ പിന്നാലെ പോയാൽ ഓ മുസ്ലിമല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങളെങ്ങനെയാ ഉസ്താദെ വിശ്വസിക്കുക? റസൂലിനെ തള്ളിയിട്ട് സഹാബാക്കളെ സ്വീകരിക്കാനാ? മുസ്ലിങ്ങളോട് നടക്കൂല, മൗലവിമാരോടെ നടക്കും.